ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞു വ്ളോഗ് എന്ന് പറയുമ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്ന് CMOക്ക് സ്കൂളിൽ ലീവായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോവാണ്. കരിയാത്തങ്കാവിലാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ശിവനാണ് പ്രതിഷ്ഠ. ഞാൻ മോളെ പേരിലൊരു നക്ഷത്ര പൂജ ഷീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ ഞങ്ങൾ പ്രസാദമൊക്കെ വാങ്ങി തൊഴുതൊക്കെ ചെയ്ത് നേരെ അമ്പലക്കുളം കാണാനാണ് വന്നത്. ഈ കുളം നന്നാക്കുന്നതിൻ്റെ മുമ്പേ കുട്ടികളെയൊക്കെ നീന്താനൊക്കെ അനുവദിക്കുകയായിരുന്നേ. ഇപ്പം പിന്നെ ഇത് അമ്പലത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമാട്ടോ ഉപയോഗിക്കുന്നത്. വഴിപാടൊക്കെ കഴിപ്പിക്കാനുള്ളതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടോ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ. വീട്ടിലെത്തിയവരെ ഞാനിതാ വേഗം കഴിക്കാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ എനിക്ക് രാവിലെ തന്നെ നേരത്തെ എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിന് ഉപ്പുമാവാണ് ഉണ്ടാക്കാറ്. അതാകുമ്പം പെട്ടെന്ന് പണി കഴിയല്ലോ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞേരം ഞാൻ വേഗം കയ്യോടെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അവിടേക്കൊന്ന് തുടച്ചിട്ട് അടുക്കളയ്ക്കൊന്ന് വൃത്തിയാക്കിയിട്ട് ഇന്നിനി ഉച്ചക്കത്തേക്കുള്ള ഫുഡൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ലേ. ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോകാനുണ്ട്. അപ്പം പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് ഏട്ടൻ പറഞ്ഞത്. ഒരു 12 മണിയൊക്കെ ആകുമ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് ഏട്ടൻ പറഞ്ഞത്. അപ്പോഴേക്കും ഞാൻ എൻ്റെ പണികളൊക്കെ വേഗം തീർക്കാനാണ് നോക്കുന്നത്. രാവിലെ നേരത്തെ അമ്പലത്തിൽ പോയോണ്ട് എൻ്റെ മുറ്റടിക്കലും തുടക്കലും മാത്രമേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പുറത്തിതാ നല്ല വെയിലാണ്. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തുണികളൊക്കെ ഉണങ്ങി കിട്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ബെഡ്ഷീറ്റും പുതപ്പും സോഫ കവറും ഒക്കെ ഇതാ തിരുമ്പാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടിടുകയാണ്. ഡ്രസ്സൊന്നും നനയ്ക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇനി കല്ലിൽ അലക്കാനുള്ളതൊക്കെ ഞാൻ നാളെയാണ് അലക്കുന്നത്. പിന്നെ ഞാനിതാ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിടാനാണ് നോക്കുന്നത്. ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോൾ സിയു എന്നെ സഹായിക്കാൻ വന്നേ. എലാസ്റ്റിക് ടൈപ്പിൽ വരുന്ന ബെഡ്ഷീറ്റാണ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. 280 സംതിങ് ആട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കോട്ടനും പോളിസ്റ്ററും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നതുകൊണ്ട് മഴക്കാലത്തൊക്കെ ഞാൻ ഈ ഒരു ടൈപ്പും ബെഡ്ഷീറ്റാണ് ഉപയോഗിക്കാറ്. സോഫേൻ്റെ കവർ ഞാൻ തിരുമ്പാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അവിടെ നിന്ന് നല്ലോണം പൊടിയൊക്കെ തട്ടി പുതിയ ഷീറ്റ് അവിടെ വിരിച്ചിട്ടേ. അകത്തെ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ മെഷീനിലെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ആ ഡ്രയറിൽ നിന്ന് തുണികളൊക്കെ എടുത്ത് നേരെ മുകളിൽ ആറിടാനും കൊണ്ടുപോയേ. മഴക്കാലം തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ തുണികളൊക്കെ ഒന്ന് ഉണങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ 2 ദിവസത്തെ തുണി ഉണ്ട് കേട്ടോ ഇവിടെ ഉണങ്ങാതെ ഇരിക്കുന്നത്. ഇന്നിപ്പം വെയിലറച്ചുകൊണ്ട് കുറച്ചൊക്കെ ഇതാ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഉണങ്ങിയ തുണികളൊക്കെ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ ഇന്ന് അലക്കിയ തുണികളൊക്കെ അവിടെ ആറിയിട്ടേ. ഷീറ്റ് ഇട്ടതിന് ശേഷം മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞാൻ തുണികളെല്ലാം ഇവിടെ തന്നെയാട്ടോ ആറിടാറ്. പിന്നെ ഞാൻ ആ ഉണങ്ങിയ തുണികളെല്ലാം എടുത്ത് താഴോട്ടേക്ക് പോയി കയ്യോടെ തന്നെ എല്ലാം മടക്കി വെച്ച് അലമാരയിൽ എടുത്ത് വെച്ചേ. ഈ റൂമിലാട്ടോ ഞങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന ഡ്രസ്സൊക്കെ മടക്കി വെക്കാറ്. മറ്റേ റൂമിൽ ഞങ്ങൾ പിന്നെ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് മാത്രമാട്ടോ വെക്കാറുള്ളത്. ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും സിയത അകത്തിരുന്ന് പഠിക്കുകയായിരുന്നേ. പിന്നെ ഞാൻ കുറച്ച് നേരം അവളുടെ കൂടെ ഇരുന്നു കേട്ടോ. അവളെ ഞാൻ ട്യൂഷനൊന്നും വിടാറില്ലേ, ഞാൻ തന്നെയാട്ടോ അവളെ പഠിപ്പിച്ചു കൊടുക്കാറ്. ഇനി ഇതാ പുറത്ത് പോകാനുള്ള സമയം ആവാറായതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വ്ളോഗ് ഇതാ നിർത്തുകയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.